ആറാമത്തെ ബ്ലോക്കിലെ ആറാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഏതാണത്? റിപ്പോർട്ട് റൈറ്റിംഗ്. ഏതാ? റിപ്പോർട്ട് റൈറ്റിംഗ്. അതായത് വേറെ ഒന്നുമല്ല, നമുക്കറിയാം റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂണിറ്റ് തന്നെ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിലൊന്നും നമ്മൾക്ക് അറിയാൻ സാധിക്കാത്ത കുറച്ച് വിവരങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, അതായത് ഒരു നല്ല റിപ്പോർട്ട്, ഒരു നല്ലൊരു റിപ്പോർട്ടിൽ ഉണ്ടാകേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെ, ഒരു നല്ല റിപ്പോർട്ടിൽ ഉണ്ടാകേണ്ട പ്രത്യേകതകൾ എന്തൊക്കെ, പിന്നെ വരുന്നതാണ് എന്താ റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ. ഒരു റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ എപ്പോഴും എങ്ങനെയായിരിക്കണം, പിന്നെ അതുകൂടാതെ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു മാഗസിൻ റിപ്പോർട്ടിൽ ഉണ്ടാവേണ്ട സ്ട്രക്ചർ എങ്ങനെ, ഇത്തരത്തിൽ ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ യൂണിറ്റിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സോ അത്രയും ചെറിയൊരു ലെസൺ തന്നെയാണ്. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു റിപ്പോർട്ടില് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ആവശ്യം, ഒരു റിപ്പോർട്ട് നല്ലതാവാൻ ഏതൊക്കെ തരത്തിലുള്ള ഫീച്ചേഴ്സ് ആണ് ആവശ്യം എന്നാണ് ആദ്യം നോക്കാം. ആദ്യത്തെ പോയിന്റിന് ക്ലിയർ ഒബ്ജക്റ്റീവ്. ശ്രദ്ധിച്ചിരിക്കുക, കാരണം ഇത് എന്തായാലും ഷുവർ ആയിട്ട് ഈ ഒരു ലെസൺ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ 3 ടോപ്പിക്കിൽ നിന്നും ഷുവർ ആയിട്ട് ചോദ്യങ്ങൾ വരും. ഉറപ്പാണ്, അത് 100% ഉറപ്പാണ്, കാരണം അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ നോക്കാം, ബാക്ക് ടു ദി പോയിന്റ്. ക്ലിയർ. ഓക്കെ, ക്ലിയർ ഒബ്ജക്റ്റീവ്. നമ്മൾ എന്തിനെ കുറിച്ചാണോ റിപ്പോർട്ട് എഴുതുന്നത്, ഏത് ഒബ്ജക്റ്റീവിനെ കുറിച്ചാണോ എഴുതുന്നത്, അത് എപ്പോഴും എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതായത് എന്തായിരിക്കണം, എപ്പോഴും വ്യക്തമായിരിക്കണം. രണ്ടാമത് പ്രോപ്പർ സ്ട്രക്ചർ. ഒരു നല്ല റിപ്പോർട്ടിന് എപ്പോഴും അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ഒരു പ്രോപ്പർ ആയിരിക്കും. മനസ്സിലായല്ലോ? ഒരു പ്രത്യേകതരം, അത് നല്ലൊരു പ്രോപ്പർ സ്റ്റൈലായിരിക്കും ആ ഒരു റിപ്പോർട്ടിന് ഉണ്ടാവുക. മാത്രമല്ല, മറ്റൊന്നാണ് ഈസി ആൻഡ് ക്ലിയർ ലാംഗ്വേജ്. വളരെ എളുപ്പമേറിയതും മാത്രമല്ല കാര്യങ്ങളുടെ വ്യക്തത കൂട്ടുന്നതുമായിട്ടുള്ള അത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങളും ഏതിലുണ്ടാകും, നല്ലൊരു റിപ്പോർട്ടിന് ഉണ്ടാവും. പിന്നെ വരുന്നതാണ് എന്താണ്, ഓഡിയൻസ് അപ്രോപ്രിയേറ്റ് ജാർഗൺ. അതായത് ഓഡിയൻസിന് മനസ്സിലാവുന്ന തരത്തിലുള്ള ജാർഗൺസിന്റെ ഉപയോഗങ്ങൾ, അതും ഒരു നല്ലൊരു റിപ്പോർട്ടിന്റെ എന്താണ്, ഒരു ഫീച്ചറാണ്. മറ്റൊന്നാണ് അക്യുറേറ്റഡ് ഇൻഫർമേഷൻ. ആവശ്യമായ ഇൻഫർമേഷൻ അതിൽ അടങ്ങിയിട്ടുണ്ടാവണം. മനസ്സിലായല്ലോ? അതായത് വെറുതെ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം ആ റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? പിന്നെ നോക്കാം, പിന്നെ ഉള്ളതാണ് ഇത് കോൺഷ്യസ്നെസ്. അത് മാത്രമല്ല അട്രാക്റ്റീവ് പ്രസന്റേഷൻ. ഈ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അട്രാക്റ്റീവ് പ്രസന്റേഷൻ. എപ്പോഴും പ്രസന്റേഷൻ, ഈ റിപ്പോർട്ടിന്റെ പ്രസന്റേഷൻ എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കണം. അതായത് ആൾക്കാർക്ക് അത് മനസ്സിലാകണം. മനസ്സിലായാലും നമുക്കത് അതിലോട്ട് ലയിച്ചു നിൽക്കാൻ തോന്നണം. ഇത്തരത്തിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരിക്കണം എന്തിനുണ്ടാവേണ്ടത്, ഒരു നല്ല ഒരു റിപ്പോർട്ടിന് ഉണ്ടാകേണ്ടത്. അപ്പൊ മനസ്സിലായല്ലോ എന്തൊക്കെയാണ്, ഒന്നുകൂടി റിവൈസ് ചെയ്താലോ. ക്ലിയർ ഒബ്ജക്റ്റിവിറ്റി, പിന്നെ പ്രോപ്പർ സ്ട്രക്ചർ, നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആവശ്യമാണ്. പിന്നെ ഈസി ആൻഡ് ക്ലിയർ ലാംഗ്വേജ്, എളുപ്പമേറിയതും കാര്യങ്ങളുടെ വ്യക്തത കൂട്ടുന്ന രീതിക്കുള്ള ഭാഷാ പ്രയോഗങ്ങൾ. മറ്റൊന്നാണ് ഓഡിയൻസ് അപ്രോപ്രിയേറ്റ് ജാർഗൺസ്. ഓഡിയൻസിനെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഓഡിയൻസിന് മനസ്സിലാവുന്ന തരത്തിലുള്ള ജാർഗൺസ്. അക്യുറേറ്റഡ് ഇൻഫർമേഷൻ, ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ. അട്രാക്റ്റീവ് പ്രസന്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് എപ്പോഴും ഒരു നല്ല റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുണ്ടാവുക. മനസ്സിലായി? ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല ഒരു റിപ്പോർട്ട് തന്നെ ആയിരിക്കും. ഇപ്പൊ മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നാണ്. അതായത് ഈ റിപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു റിപ്പോർട്ടിന്റെ ഗുണങ്ങളിൽ വരുന്ന ഒരു പോയിന്റ് ആണ് എന്ത്, സ്ട്രക്ചർ ഓഫ് ദി റിപ്പോർട്ട് അല്ലെ. സോ ആ സ്ട്രക്ചർ ഓഫ് ദി റിപ്പോർട്ടും തീർച്ചയായിട്ടും ഒരുപാടധികം ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. മനസ്സിലായല്ലോ? സോ അതിനെ തുടർന്നുകൊണ്ട് തന്നെ എപ്പോഴും ഒരു
റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ആദ്യം ഒരു റിപ്പോർട്ടിന് ആവശ്യം ടൈറ്റിലാണ്. എന്താണ് ടൈറ്റിൽ? തലക്കെട്ട്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നല്ല, അതായത് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നല്ലൊരു ടൈറ്റിലാണ് ആദ്യം ഒരു റിപ്പോർട്ടിന് ആവശ്യം. രണ്ടാമത്തെ ടേബിൾ ഓഫ് കണ്ടന്റ്സ്. ഏതൊക്കെ കണ്ടന്റുകളാണോ തങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു ടേബിൾ ആണ് രണ്ടാമത്തേതായിട്ട് ഇതിൽ സ്ട്രക്ചറൈസ് ചെയ്യാനായിട്ടുള്ളത്. മനസ്സിലായല്ലോ? എന്താ ടേബിൾ ഓഫ് കണ്ടന്റ്. മൂന്നാമതാണ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പ്രോബ്ലംസ്. പ്രോബ്ലംസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ മൂന്നാമതായിട്ട് ഒരു റിപ്പോർട്ടിൽ എന്ത് ചെയ്യുന്നത്, സ്ട്രക്ചറൈസ് ചെയ്യുന്നത്. പിന്നെ നാലാമതാണ് ഇൻട്രൊഡക്ഷൻ. പിന്നീടാണ് എന്തിലോട്ട് കിടക്കുന്നത്, ഇൻട്രൊഡക്ഷനിലോട്ട് കിടക്കുന്നത്. ആദ്യത്തെ മൂന്ന് സംഗതികൾ, ഈ മൂന്ന് സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് എന്തിലോട്ട് കിടക്കുന്നത്, ഇൻട്രൊഡക്ഷൻ. ആദ്യം അല്ലെങ്കിൽ നമ്മളിപ്പം കഴിഞ്ഞ എസ് എ റൈറ്റിംഗിന്റെ ലെസണിലൊക്കെ നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ എസ്സേന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് വരുന്നത് അല്ലെ. കമ്പോണൻസ് നോക്കിയാൽ അത് കാണാത്തവർ അത് പോയി കാണുക. എന്നാൽ ഇതിൽ അങ്ങനെയല്ല, റിപ്പോർട്ടിൽ അങ്ങനെയല്ല. റിപ്പോർട്ടിൽ ഈ ടൈറ്റിൽ, ടേബിൾ ഓഫ് കണ്ടന്റ്, അത് കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലംസ്, ഇത്രയും കഴിഞ്ഞിട്ടാണ് എന്ത് കടന്നു വരുന്നത്, ഇൻട്രൊഡക്ഷൻ കടന്നു വരുന്നത്. സോ അത് ശ്രദ്ധിക്കണം കേട്ടോ. എക്സാം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്. പിന്നെയാണ് എന്ത് വരുന്നത്, നാലാമതായിട്ട് ഇൻട്രൊഡക്ഷൻ. പിന്നെ വരുന്നതാണ് എന്ത്, ദി കണ്ടന്റ്സ് ഓഫ് ദി റിപ്പോർട്ട് ആൻഡ് പ്രൊസീജിയർ ഫോളോഡ്. ഓക്കെ, കോണ്ടെക്സ്റ്റ്. പിന്നെയാണ് കോണ്ടെക്സ്റ്റ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഫൈൻഡിങ് ആൻഡ് റെക്കമെൻഡേഷൻ. അതായത് ഈ ഒരു വിഷയത്തെ തുടർന്നുള്ള തന്റെ കണ്ടുപിടുത്തങ്ങളും തങ്ങൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മുടെ ഈ റിപ്പോർട്ടിൽ സ്ട്രക്ചറൈസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ല? അതായത് വേറൊന്നുമല്ല, തന്റെ കണ്ടുപിടുത്തങ്ങൾ, ഈ ഒരു വിഷയത്തെ തുടർന്നുകൊണ്ട് തന്നെ തന്റെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണോ അതിനോടനുബന്ധിച്ച് തങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണേണ്ടത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് അവസാനം എന്ത് വരികയാണ്, കൺക്ലൂഷൻ. പിന്നെ എന്താണ് നമ്മുടെ സ്ട്രക്ചറൈസ് ചെയ്യുന്നത്, കൺക്ലൂഷൻ ആണ്. അതിനുശേഷവും എന്ത് വരുന്നുണ്ട്, അപ്പൻഡിസസ്. മനസ്സിലായല്ലോ? അപ്പൻഡിസസ് വരുന്നുണ്ട്. അതിനെ തുടർന്നുകൊണ്ട് തന്നെ എന്ത് വരുന്നുണ്ട്, ബിബ്ലിയോഗ്രഫിയും വരുന്നുണ്ട്. ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ, ബിബ്ലിയോഗ്രഫി അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഏത് വിഷയത്തെ കുറിച്ചാണോ നമ്മളിപ്പോ ഈ റിപ്പോർട്ട് എഴുതിയത് അതിനെ കുറിച്ചുള്ള ചില ഫൈൻഡിങ്സ്, അതിന്റെ ബുക്ക്, പുസ്തകങ്ങള്, അല്ലെങ്കിൽ അത് എഴുതിയ ഓതറിന്റെ പേരടക്കം, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇത്തരത്തിലാണ് ഒരു റിപ്പോർട്ട് സ്ട്രക്ചറൈസ് ചെയ്യേണ്ടത്. ഇത്രയും സ്ട്രക്ചർ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഒരു വലിയ ഒരു റിപ്പോർട്ടിൽ ഉണ്ടാകണം. ഭയങ്കര ബ്രീഫ് ആയിട്ടുള്ള റിപ്പോർട്ട് എപ്പോഴും ഇത്തരത്തിലാകണം. എന്നാൽ എല്ലാ റിപ്പോർട്ടുകളും ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നില്ല. പകരം അത്യാവശ്യം ബ്രീഫ് ആയിട്ട് വലിയ രീതിക്കുള്ള, മനസ്സിലായില്ല, അതായത് വലിയ രീതിക്കുള്ള റിപ്പോർട്ടുകൾ മാത്രമേ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുള്ളൂ, സ്ട്രക്ചറൈസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാത്ത കുറച്ച് റിപ്പോർട്ട്സുകളും ഉണ്ട്. അതാണ് ഏത്, മാഗസിൻ റിപ്പോർട്ട്സ്, അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സും മാഗസിൻ റിപ്പോർട്ട്സും ഒന്നും ഈ ഒരു സ്ട്രക്ചർ അല്ല ഫോളോ ചെയ്യുന്നത്. മനസ്സിലായി? കാരണം ഇത്രയും വലിയ സ്ട്രക്ചർ ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യം എന്തിനില്ല, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനോ അല്ലെങ്കിൽ ഒരു മാഗസിൻ റിപ്പോർട്ടിനോ ഇല്ല. കാരണം എന്താ, ചെറുതാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, മാഗസിൻ റിപ്പോർട്ടൊക്കെ എന്തായിരിക്കും, ചെറുതായിരിക്കും. അവർ ഫോളോ ചെയ്യുന്ന ന്യൂസ് പേപ്പർ, മാഗസിൻ റിപ്പോർട്ട്സ് ഒക്കെ ഏത് സ്ട്രക്ചറിലാണ് എഴുതേണ്ടത് എന്നാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അത് വളരെ ചെറുതാണ്. ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഒന്നും അല്ല ഇതിനുള്ളത്. നോക്കാം. ആദ്യം തന്നെ ടൈറ്റിൽ, ഹെഡ്ലൈൻ കൊണ്ട് തുടങ്ങാം അല്ലെ. ടൈറ്റിൽ എന്തായാലും വേണമല്ലോ അല്ലെ. സോ എപ്പോഴും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോഴോ അല്ലെങ്കിൽ മാഗസിൻ റിപ്പോർട്ട് എഴുതുമ്പോഴോ ആദ്യമായി നമുക്ക് കാണേണ്ടത് എന്താണ്, ഒരു ഹെഡ്ലൈൻ ആണ്, ഒരു തലക്കെട്ടാണ്. അതിനെ തുടർന്ന് തന്നെ നമുക്ക് എന്താണ് വേണ്ടത്, ഈ റിപ്പോർട്ടറിന്റെ പേരും സ്ഥലവും ഡേറ്റും. മനസ്സിലായി? ഏതൊക്കെയാണ് ഈ റിപ്പോർട്ടിന്റെ, റിപ്പോർട്ട് എഴുതിയ വ്യക്തിയുടെ പേര്, സ്ഥലത്തിന്റെ പേര്, പിന്നെ അന്ന് ആ ദിവസത്തിന്റെ തീയതി. പക്ഷെ ചില മാഗസിനുകൾ അല്ലെങ്കിൽ ചില ഇതിലൊന്നും അതൊക്കെ ആവശ്യത്തിനനുസരിച്ചാണ്. ചില റിപ്പോർട്ടുകളിലൊന്നും, ചില മാഗസിൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലൊന്നും റിപ്പോർട്ടറിന്റെ പേരും സ്ഥലവും ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ഡേറ്റ് മാത്രം, തീയതി മാത്രം ആവശ്യം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? അതൊക്കെ അതിന്റെ അനുസരിച്ചിട്ടാണ്. ഏതാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും. പക്ഷെ പൊതുവെയുള്ള ന്യൂസ് പേപ്പർ മാഗസിൻ റിപ്പോർട്ടുകളിലൊക്കെ
റിപ്പോർട്ടറിന്റെ പേരും സ്ഥലവും അതേപോലെ തന്നെ അന്നത്തെ തീയതിയും ഉണ്ടാവും. മനസ്സിലായല്ലോ? ഇതാണ് രണ്ടാമത്. ഇങ്ങനെയാണ് ഈ മാഗസിൻ റിപ്പോർട്ടൊക്കെ സ്ട്രക്ചറൈസ് ചെയ്യുന്നത്. മൂന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ബോഡി. എന്താണ് ബോഡി? എന്തിനെ കുറിച്ചാണോ റിപ്പോർട്ട് അത് അങ്ങോട്ട് എഴുതുക. മനസ്സിലായല്ലോ? ഏത് വിഷയത്തെ കുറിച്ചാണോ റിപ്പോർട്ട് അത് അങ്ങോട്ട് പറ്റാവുന്ന തരത്തിൽ വിശദീകരിച്ചിട്ട് എഴുതുക. ആൻഡ് ഫൈനലി അത് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഷൻ ആണ് അവസാനത്തേത്. ഇങ്ങനെ 4 രീതിക്ക് മാത്രമേ ഈ ഒരു 4 സ്ട്രക്ചർ മാത്രമേ ആര് ഫോളോ ചെയ്യണുള്ളൂ? ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളും അതേപോലെ തന്നെ മാഗസിൻ റിപ്പോർട്ടുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇത്തരത്തിലുള്ള ചെറിയൊരു പാറ്റേൺ ആണ് ഇതിലെന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഏതൊക്കെയാണ്? ഒരു ഹെഡ്ലൈൻ വേണം ആദ്യം. രണ്ടാമത് എന്ത് വേണം? ഈ റിപ്പോർട്ടറിന്റെ പേര്, സ്ഥലം, തീയതി. മൂന്നാമത് എന്ത് വേണം? ബോഡി. എന്തിനെ കുറിച്ചാണ് ആ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ അത് മൊത്തമല്ല എഴുതുക. അവസാനം എന്താ? കൺക്ലൂഷൻ. ഇങ്ങനെ 4 എണ്ണം മാത്രമേ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ മനസ്സിലായല്ലോ? ഓക്കെ. സോ ഇപ്പൊ നമ്മൾ പഠിച്ചത് റിപ്പോർട്ട് റൈറ്റിംഗ് അല്ലെ? റിപ്പോർട്ട് റൈറ്റിംഗിനോട് അനുബന്ധിച്ച് ഒരു നല്ലൊരു റിപ്പോർട്ടിന് എന്തൊക്കെ ഗുണങ്ങളാണ് ആവശ്യമുള്ളത്, അതേപോലെ തന്നെ എപ്പോഴും റിപ്പോർട്ടുകൾ ഏത് സ്ട്രക്ചറിൽ വേണം ചെയ്യാൻ. എല്ലാ റിപ്പോർട്ടുകളും ആ വലിയ സ്ട്രക്ചറിലായും, പക്ഷേ ചെറിയ ചെറിയ റിപ്പോർട്ടുകളായ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, മാഗസിൻ റിപ്പോർട്ട്, അതിനോടനുബന്ധിച്ച പോലെ ചെറിയ റിപ്പോർട്ടുകളൊക്കെ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ 4 രീതിയിൽ ഏതൊക്കെയാ? ഹെഡ്ലൈന്, അത്തരത്തിൽ ചെറിയ രീതിക്ക് വേണം എന്ത് ചെയ്യാൻ? സ്ട്രക്ചറൈസ് ചെയ്ത് എഴുതാൻ. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുള്ളൂ അല്ലെ? ബാക്കിയുള്ള റിപ്പോർട്ടുകളെ കുറിച്ചുള്ള ബ്രീഫ് ആയിട്ടുള്ള പഠനമൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? സോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനോടനുബന്ധിച്ചിട്ടൊക്കെ എന്തുണ്ട്? കുറച്ച് സാമ്പിൾ റിപ്പോർട്ട്സ് ഒക്കെ നിങ്ങളുടെ SLM കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ കുറെ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മൾ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഫസ്റ്റ് സെമിസ്റ്ററിലെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഓക്കെ. സോ നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക, വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ. സോ ഗുഡ് ലക്ക് ആൻഡ് ബൈ ആൻഡ് താങ്ക് യു.